എടാ ആ അംഗനവാടിയിലെ ടീച്ചറുടെ മാല പൊട്ടിച്ച് ഒരുത്ത ഓടിയത്രേ. ആ ഓടി, പക്ഷെ പൊട്ടിച്ചോടിയതിനെ ഓടിച്ചിട്ട് പിടിച്ച് നമ്മുടെ കണ്ണൻ ചേട്ടൻ പഞ്ഞിക്കേടും ചെയ്തു. അങ്ങേരെ സമ്മതിക്കണല്ലേ. അതെന്തേ? അല്ല, അങ്ങേരെ വയറ് കണ്ടിട്ടില്ലേ? ആ വയറും വെച്ച് കള്ളന് പിന്നാലെ ഓടിച്ചിട്ട് പിടിച്ചു എന്ന് പറഞ്ഞ ചില്ലറ പുള്ളിയല്ല, മൂപ്പര് മാസം തന്നെടേ. അതെന്താടാ അങ്ങനെ ഒരു ടോക്ക്? കുടവയറുള്ളവർക്ക് എന്താ ഓടാൻ പറ്റില്ല എന്നുണ്ടോ? അല്ല, അങ്ങനെയല്ല. ആ പറഞ്ഞത് മോശമായിട്ടോ. ബോഡി ഷെയ്മിങ് തരം താഴ്ന്ന ഏർപ്പാടാ. ഡേ ഞാൻ ബോഡി ഷെയ്മിങ് ചെയ്തതല്ല, മൂപ്പര് ചെയ്ത നല്ല കാര്യത്തെ കുറിച്ചല്ലേ പറഞ്ഞത്. അതിന് ഒരാളുടെ ശരീരത്തിലെ കുറവുകളെ ചൂണ്ടിക്കാട്ടി അയാളെ മോശമാക്കി പറയേണ്ട കാര്യമില്ലാലോ. അതിന് കുടവയറ് ഒരു കുറവാന്ന് ആരാ പറഞ്ഞത്? എന്റെ അച്ഛന് കുടവയറുണ്ടല്ലോ എന്ന് കരുതി എന്റെ അച്ഛൻ മോശാവോ? മതി, നീ വീണടുത്ത് കിടന്നു ഉരുളണ്ട. എത്രയൊക്കെ സാക്ഷരത ഉണ്ട് എന്ന് പറഞ്ഞാലും ഈ ടോക്സിക് മെന്റാലിറ്റി മനുഷ്യന്മാരെ വിട്ട് പോവില്ല. കാലം എത്ര തന്നെ മുന്നോട്ട് പോയി എന്ന് പറഞ്ഞിട്ട് എന്താ? മറ്റുള്ളവരെ ബോഡി ഷെയ്മിങ് നടത്തി അതിൽ നിന്ന് ഫണ്ട് കണ്ടെത്തുന്നവരും നമുക്കിടയിലുണ്ടല്ലോ. ദിസ് ഈസ് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആൻഡ് വെരി വെരി ഡിസ്കസ്റ്റിംഗ്. ഞാനതിനെ അങ്ങനെ ഉദ്ദേശിച്ചതല്ലടോ. വെറുതെ ഇല്ലാ വചനങ്ങള് പാടല്ലേ. ഞാൻ പോട്ടെ, എന്റെയിലൊക്കെ സംസാരിക്കാൻ നമ്മളും ടോക്സിക് ആവും. നീ ഇരിക്കളിയാ, എന്തത്ര തിരക്ക്? അല്ലടാ, 11 മണിയാകുമ്പോ ലക്കിടി വരെ എത്താന്ന് പറഞ്ഞിട്ടേ ഒരു പെണ്ണ് കാണലുണ്ട്. ഇന്നലല്ലടോ നീ ഒരു പെണ്ണ് കാണലിന് പോയത്? ആദ്യം ഒരു ലെവലില്ല. പെണ്ണൊരു എല്ലുന്തോല് പോലെ കോലുമ തുണി ചുറ്റിയന്തി മെലിഞ്ഞിട്ട് ഇഷ്ടായില്ല. അപ്പം മിനിഞ്ഞാന്ന് കണ്ടത് എന്തായി? അത് അതിലേറെ ലെവലില്ല. തണ്ണിമത്തങ്ങയ്ക്ക് കയ്യും കാലും മുളച്ച പോലെ ഒരു കോലം, പോരാത്തതിന് കോഴി തവിട് തിന്നാൻ ഇറങ്ങിയ പോലെ ചിക്കി ചിക്കിയുള്ള നടത്തം. ഇഷ്ടായില്ല. ഓ, ജസ്റ്റ് ഐശ്വര്യ പോലെയെങ്കിലും ഒന്നിനെ കിട്ടിയോ ഓക്കെ ആയിരുന്നു. ഐശ്വര്യ അല്ലേ പെണ്ണ്? പോട്ടെടാ ടോക്സിക് കുട്ടാ. ശരി പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് രാജാവേ. ഇക്കണക്കിന് പെൺകുട്ടികളെല്ലാരും ഹൃത്തിക് റോഷനെ മതി പറഞ്ഞ എന്താ ചെയ്യാ? എന്തപ്പോ എന്റെ മട്ട്? ആകെ ചെറുവരിൽ വീങ്ങന്റെ ഒരു രൂപമുണ്ട്. പിന്നെ പള്ളി പെരുന്നാളിൽ വാങ്ങിച്ച തത്തമ്മ പാവാട പീപ്പി പോലെ എന്ന് പറഞ്ഞൊരു കൊണച്ച ചത്തോ. ഇങ്ങനെ കൊണിച്ചതരാണ് ഇവന് ഈ ജന്മത്ത് പെണ്ണ് കിട്ടില്ല. കുള്ളൻ ജാമി പോടാ കുള്ള. ആൾക്കാർ കേൾക്കെ ഒരു ബോഡിയുടെ കുറവിനെ കുറിച്ച് എയിം ചെയ്ത് പറഞ്ഞാലേ ബോഡി ഷെയ്മിങ് ആവുള്ളൂ. ആൾക്കാർ കേൾക്കാതെ പറഞ്ഞാൽ ബോഡി ഷെയ്മിങ് ആവില്ല. ഇതിപ്പോ ആൾക്കാരും കേട്ടിട്ടില്ലാലോ. അപ്പൊ ഞാനെന്താ ആളല്ലേ? നീ ഓൾറെഡി ടോക്സിക് അല്ലേ? ഏത്? എന്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് മലയിൽ മുത്തപ്പ. ടോക്സിക് പറയല്ലേ എന്ന് പറയുന്നത് ന്യായം. അതേ ടോക്സിസിറ്റിനെ വെള്ളം ഒഴിച്ച് വളവും ഇട്ട് പടർന്ന് പന്തലിപ്പിക്കുന്നത് അന്യായം. എങ്ങനെ ഐശ്വര്യറായില്ലേ? പെണ്ണിന്റെ ഡെഫിനിഷൻ ഐശ്വര്യറായ എന്ന് ആരാടാ പറഞ്ഞത്? അപ്പൊ നിന്റെ എന്റെ അമ്മയൊന്നും പെണ്ണല്ലേ? അത് ഞാനല്ലാലോ, അവനല്ല പറഞ്ഞത്. ഞാൻ സാമന്തയുടെ ആളാ. നീയോ അവനോ യവനോ ആരുടെ ആളുവാണെങ്കിലും ആയിക്കോ, അതെല്ലാം പേഴ്സണൽ ചോയ്സ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം. എന്ത്? ഒരു മനുഷ്യ ശരീരത്തിന് കുറവ് കൂടുതൽ എന്ന് പറയുന്നത് ഒന്നുമില്ല. അതെല്ലാം നമ്മൾ കാണുന്ന കാഴ്ചയുടെയും കാഴ്ചപ്പാടിന്റെയാണ്. ഇനിയും നീ ഒരാൾക്ക് എന്തെങ്കിലും കുറവ് കാണുന്നുണ്ടെങ്കിൽ അത് അയാൾക്ക് കുറവുള്ളത് കൊണ്ടല്ല, നിന്റെ കുറവ് കൊണ്ടാ, നിന്റെ വിവരത്തിന്റെ കുറവ് കൊണ്ടാ, നിന്റെ കാഴ്ചപ്പാടിന് കുറവുള്ളത് കൊണ്ടാ. മനസ്സിലായോ? മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. നീ എന്റെ കണ്ണ് തുറപ്പിച്ചു. നിന്റെ മോന്ത കണ്ട കാറ്റത്ത് വീണ കാക്ക ചമ്പിയ വാട്ടപ്പനങ്കൊരണ്ടി പോലെ മെനയില്ലാത്തതാണെങ്കിലും നീ പറഞ്ഞത് കാര്യമുള്ള കാര്യമാ. ഇത് എനിക്ക് വേണ്ടി ഞാൻ എനിക്ക് തന്നെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എന്തിന്? ഒരു കാര്യമുള്ള കാര്യത്തിന് നിന്നോട് കാര്യം പറഞ്ഞതിന്.